നമസ്കാരം, ആയുർവേദയിലേക്ക് സ്വാഗതം. ചുക്ക് ഒരുപാട് ഔഷധങ്ങളിലും അതുപോലെ നമ്മളുണ്ടാക്കുന്ന ചില പലഹാരങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്പൈസാണ്. ഇഞ്ചി ഉണക്കിയെടുക്കുന്നതാണ് ചുക്ക്. എന്നാൽ ഇവ രണ്ടിൻ്റെയും ഗുണങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചുക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു 7 ഗുണങ്ങളെ പറ്റിയാണ്. അതിലൊന്നാമത്തെയാണ് വെയ്റ്റ് ലോസ്. നമ്മുടെ രക്തത്തിലെ ഫാറ്റിനെയും ഗ്ലൂക്കോസിനെയും ബേൺ ചെയ്യാനായിട്ട് ചുക്ക് നമുക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റ് അബ്സോർപ്ഷൻ കുറയ്ക്കുകയും മെറ്റബോളിസം വർദ്ധിപ്പിക്കുവാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് അമിതമായി ഭക്ഷണം കഴിക്കുന്നതും ഇത് തടയുന്നു. രണ്ടാമതായി, ശരീരത്തിലെ ടോട്ടൽ കൊളസ്ട്രോളും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവലും കുറയ്ക്കാനായിട്ട് ചുക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതിനായി ദിവസേന 3 ഗ്രാമോളം ചുക്ക് പൊടി വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമതായി, ദഹനക്കുറവ് മൂലം ഉണ്ടാകുന്ന വയറുവേദന അതുപോലുള്ള മറ്റ് അസ്വസ്ഥതകൾക്കെല്ലാം ചുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മരുന്നാണ്. ഇതിനായിട്ട് 1 മുതൽ 2 ഗ്രാം വരെ ചുക്ക് പൊടിയെടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കുന്നത് നമ്മുടെ ദഹനം സ്പീഡപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. നാലാമതായി, മെൻസ് സമയത്ത് വരുന്ന വേദനകൾക്ക്. ട്രഡീഷണലി ചുക്ക് പലതരം വേദനകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതെന്നാൽ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്ന ആദ്യ 3 ദിവസങ്ങളിൽ 1 മുതൽ 2 ഗ്രാം ചുക്ക് പൊടിയെടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ചുക്ക് പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം ആദ്യ ഈ 3 ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക. ഇത് മെൻസ് സമയത്ത് വരുന്ന ക്രാംസ്, മസിൽ പെയിൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അഞ്ചാമതായിട്ട്, പ്രഗ്നൻസി ടൈമിൽ വരുന്ന നോസിയ, ഓക്കാനം, മോർണിംഗ് സിക്നസ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ചുക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് 1/2 സ്പൂണോളം ചുക്ക് പൊടിയെടുത്ത് 1 സ്പൂണ് തേൻ ചേർത്ത് ചെറു ചൂടുവെള്ളത്തിനോടൊപ്പം കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ റിലീഫ് കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. ഇനി ആറാമതായിട്ടുള്ളതാണ് നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കാനായിട്ട് ചുക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇതിനായിട്ട് 2 ഗ്രാമോളം ചുക്ക് പൊടിയെടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ അലിയിച്ച് കാലത്തെ വെറും വയറ്റിലായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഏഴാമതായി, ഇൻഫ്ലമേഷൻ തടയാനായിട്ട്. ഇൻഫ്ലമേഷനെ നമുക്ക് ഇഞ്ചിയും ഒരുപോലെ തന്നെ ചുക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂണ് ചുക്ക് പൊടിയും ഒപ്പം കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ നമുക്കൊരു പുറത്ത് എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കാക്കി ഇതിൻ്റെ ഒരു മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ എഫക്റ്റഡ് ആയ ഭാഗത്ത് പുരട്ടുക. ഒരു 5 മിനിറ്റിന് ശേഷം, അതായത് ഉണങ്ങി നല്ലപോലെ ഡ്രൈ ആവരുത്, അതിന് മുന്നേ ഇത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ജോയിൻസിൽ വരുന്ന സ്വെല്ലിങ്, അതായത് നീരുകൾക്ക്, വിരലുകളിൽ വരുന്ന നീരുകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. താങ്ക് യു. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ ആയുർവേദിക എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനാണെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.